ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം എക്സാം എല്ലാം ആയില്ലേ. അതുകൊണ്ട് ഇന്നൊരു എക്സാം ഡേ ആണ്. എക്സാം ഡേ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പഠിത്തമല്ല, എനിക്ക് ഉച്ചക്കാണ് എക്സാം. അതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ രാവിലെ അമ്മ വിളിച്ചപാട് എണീറ്റിനൊന്നും ചിന്തിക്കണ്ട. ഞാൻ 2-3 വട്ടം അമ്മ വിളിച്ചതിന് ശേഷമാണ് ഞാൻ എണീറ്റിന്. പിന്നെ വീഡിയോ എല്ലാം അങ്ങനെയെല്ലാം മതി. അങ്ങനെ ഞാൻ എണീറ്റപാട് മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് പല്ല് തേക്കലാണ്. പല്ല് തേക്കണം കേസ്. രാവിലെ എണീറ്റ് അവിടെ പല്ലെല്ലാം തേക്കണം. പല്ലെല്ലാം തേച്ചാലേ വേഗം ചായ കുടിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പല്ല് തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ പോക്കാന്ന്. ഇഡ്ഡലിയും സാമ്പാറാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട്, നല്ല സ്പോഞ്ച് പോലെയുണ്ട് ഇഡ്ഡലി എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അത് തന്നെ, അങ്ങനെ സ്പോഞ്ച് പോലെയുണ്ട് ഇഡ്ഡലി എന്നെല്ലാം പറഞ്ഞ് ഞാൻ തിന്ന് കഴിഞ്ഞ്. ഇത് ഞാൻ പഠിക്കലാണ്. ഇപ്പം എനിക്ക് ബേസിക് സയൻസ് ആണ് എക്സാം. അതുകൊണ്ട് ഞാൻ ബേസിക് സയൻസ് ഇരുന്ന് പഠിക്കലേനു. അങ്ങനെ ബേസിക് സയൻസ് 3 പാടാണല്ലേ. അങ്ങനെ 3 പാടും ഞാൻ പഠിക്കലാണ്. ഇപ്പോൾ 2ാമത്തെ പാട് ഒരേ വായിക്കലാണ്. അപ്പോൾ 3ാമത്തെ പാട് ഇന്നലെ രാത്രി പാതിരാത്രിക്ക് ഇരുന്ന് വായിക്കലേന്. അങ്ങനെ ഞാൻ ഈ 3 പാടവും വായിച്ച ശേഷം ഞാനിപ്പം ഈ ബാഗിലാണ് ഞാൻ എക്സാമത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ എടുത്ത് വെക്കലാണ്. ഒരു റൈറ്റിംഗ് ബോർഡ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വായിക്കാനായിട്ട് ബുക്ക് എടുത്ത് വെക്കുന്നുണ്ട്, ടെക്സ്റ്റ് നോട്ടും, പിന്നെ പെന്നും പെൻസിലെല്ലാം ഒരു പൗച്ച് എടുത്ത് വെക്കുന്നുണ്ട്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കണമല്ലോ. ഉച്ച വരെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ബോട്ടിൽ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഞാൻ വലിയ കുപ്പിയിലാണ് കൊണ്ടുപോകൽ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ചോറ് വിളമ്പുന്നുണ്ടായിരുന്നു. ചോറും നല്ല സാമ്പാറും പിന്നെ കൂന്തൽ ഫ്രൈയും മാങ്ങ അച്ചാറും പിന്നെ പപ്പടം വറുത്തി അല്ലേ, പപ്പടം പൊരിച്ച് എന്നൊരു ഇതിലത്തെ പപ്പടവുമാണ്. അങ്ങനെ അമ്മ എനിക്ക് വായിരത്തൊന്നും ഗൈസ്. എന്തൊരു ടേസ്റ്റ് ചെയ്യുന്നറിയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരുങ്ങുന്നത്. കുറച്ച് പൗഡർ ഇടും, പിന്നെ ഐലൈനർ ഇടും. പിന്നെ ഇത് ഷോ കളിക്കുന്നതല്ല കേട്ടോ, ഇത് മുടിയിൽ വെള്ളം ഊറ്റുന്നിട്ടോ നോക്കിയതാണ്. പക്ഷെ കാണുമ്പോൾ ഷോ കളിക്കുന്നതായിരിക്കും. അങ്ങനെ മുടി നനഞ്ഞായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് മേലോട്ടാക്കി ഇതാക്കുന്നേ ഉള്ളൂ, ക്ലിപ്പ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ, കെട്ടി വെക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ 2 കമ്മല എടുത്തിടുന്നുണ്ട്, റിങ്ങിൻ്റെ പോലത്തെയാണ്. എൻ്റെ കോപ്രായം കണ്ട. ഞാൻ സ്കൂളിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും വണ്ടി വന്ന്. ഇങ്ങനെ നല്ല ഗൈസ്, അമ്മക്ക് 100 ഉമ്മയെല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ കയറിയിട്ട് സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതി വരാം ഗൈസ്. ബൈ.